എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെജിറ്റേറിയൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പാലക് പനീർ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ഉള്ളൊരു ഡിഷാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ പാലക് പനീർ ഉണ്ടാക്കാനായിട്ട് ഒരു റീസൺ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുട്ടി കല്യാണം കഴിക്കാൻ പോവുകയാണ്. പുള്ളിക്കാരത്തി എന്താ പറയുക, ഒരു ഗുജറാത്തി കുട്ടിയാണ്, വെജിറ്റേറിയൻ ആണ്. അപ്പോൾ പുള്ളിക്കാരി ഒരു ബ്രൈഡൽ ഷവർ കൊടുക്കാനുള്ള പ്ലാനിലാണ് വാർഡിലെല്ലാവരും. അപ്പം എന്തെങ്കിലുമൊക്കെ എന്താ പറയുന്ന റെസിപ്പീസ്, വെജിറ്റേറിയൻ റെസിപ്പീസ് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യുന്നത് ഒരു പാലക് പനീർ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞാൻ ഓർത്തതാ പിന്നെ അത് യൂട്യൂബ് വീഡിയോയും കൂടെ എടുത്തിടാം. നമ്മൾ ഇതിനു മുമ്പ് പാലക് പനീറിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ഇടാൻ പാകത്തിന് കറക്റ്റായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ നോക്കണം, ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും കേട്ടോ. പിന്നെ എനിക്ക് കറക്റ്റ് പാലക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ ബേബി സ്പിനാച്ച് വാഷ് ചെയ്തത് കോൾസിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നതാണ്. നമുക്ക് സ്ട്രൈറ്റ് നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പം അത് വെച്ച് നമുക്ക് പാലക് പനീർ ഉണ്ടാക്കാം. നല്ല അത് കറക്റ്റായിട്ട് അത് വർക്ക് ചെയ്യും കേട്ടോ. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് കാണേ. നമുക്കേ നമ്മുടെ പാലക് പനീർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ പനീർ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പനീർ അല്ലേ, കോട്ടേജ് ചീസ് ഇന്ത്യൻ സ്റ്റോറിൽ നിന്നാണ് ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 800 ഗ്രാം അടുപ്പിച്ച് പനീർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ വാർഡിലൊരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്, ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം എനിക്കൊരു 10-15 പേർക്ക് വേണ്ടിയിട്ടുള്ള കുക്കിങ്ങാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. പിന്നെ പാലക്ക് കറക്റ്റ് എനിക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ ബേബി സ്പിനാച്ചാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. ഞാനത് എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ച്, അവർ പഞ്ചാബി ഫ്രണ്ടിനോട് ചോദിച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പം ബേബി സ്പിനാച്ച് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് മസ്റ്റായിട്ട് വേണ്ടത് ഗാർലിക്, നമ്മുടെ വെളുത്തുള്ളി, ഒരു 5-6 കഷ്ണം വെളുത്തുള്ളി, ഇഞ്ചി, ഒരു 3-4 പച്ചമുളക്. എനിക്ക് എരിവ് ഒത്തിരി കുറച്ച് മതി, അതുകൊണ്ട് 3-4 പച്ചമുളക്, പിന്നെ ഒരു 2 വലിയ സബോള, 2 തക്കാളി, പിന്നെ ബട്ടർ. അത് നമുക്ക് കുറച്ച് മതി കേട്ടോ. ഇത് ഏകദേശം ഒരു 50 ഗ്രാം ബട്ടർ നമുക്ക് മോർ ദാൻ ഇനഫാണ്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഇത് ജീരകം ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ആ കളറ്. പിന്നെ നമ്മുടെ കേസൂരി മേത്തി, ഇന്നാൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കസ്തൂരി മേത്തി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. കസ്തൂരി മേത്തി അല്ല, കേസൂരി മേത്തിയാണെന്ന് എനിക്ക് തിരുത്തി തന്നു. അപ്പം കേസൂരി മെത്തിയാണ് കേട്ടോ. ആക്ച്വലി ഞാനത് ക്ലാരിഫൈ ചെയ്തു. പിന്നെ നമ്മുടെ ജീരകം, സാധാരണ ജീരകം, പിന്നെ ക്രീം കേട്ടോ. കുക്കിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അത് ഏകദേശം ഒരു 300 ml കുക്കിംഗ് ക്രീം. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പാലക് പനീർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. ഞാൻ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാമേ. എല്ലാം ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്നാ ചെയ്യാമെന്നറിയോ, നമ്മുടെ ചീരയില്ലേ, പച്ചച്ചീര നമ്മൾ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാൻ പോവാം കേട്ടോ. അപ്പം നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചാൽ ആ തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഈ ചീര ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് 2 മിനിറ്റേ കുക്ക് ചെയ്യാവുള്ളൂ. തൊട്ടപ്പുറത്ത് ഞാൻ കണ്ടോ ഐസ് വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ 2 മിനിറ്റ് കുക്കിംഗ് കഴിഞ്ഞിട്ട് നേരെ ഈ ഐസ് വാട്ടറിലോട്ട് ആ ചീര എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ അതിൻ്റെ കളറ് ചേഞ്ച് ആയി പോവും, പ്ലസ് അതിൻ്റെ ന്യൂട്രീഷൻ പോകുമെന്നാണ് പറയുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ. ഞാൻ ആ ചീര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്നായിക്കോട്ടെ, ഒരു 2 മിനിറ്റ് ഒന്ന് കുക്കായാൽ മതി കേട്ടോ. ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞിട്ട് നേരെ വെള്ളത്തിലേക്ക് നിങ്ങൾ സമയം നോക്കിക്കോണം. കറക്റ്റ് 2 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും ഇത് കേട്ടോ എടുത്ത് നേരെ നമ്മുടെ തണുത്ത വെള്ളത്തിലേക്ക് ഇടണം. നിങ്ങൾക്ക് ഐസ് ക്യൂബ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഐസ് വാട്ടർ യൂസ് ചെയ്യാം. എന്താണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അതുപോലെ ചെയ്യാമേ. 2 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഐസ് വാട്ടറിലേക്ക് നമുക്ക് മാറ്റിയിടാമേ. ഫുള്ള് ചീര ഒരെണ്ണം പോലും കളയാതെ നമ്മൾ ഐസ് വാട്ടറിലേക്ക് മാറ്റിയിട്ടേക്കണം കേട്ടോ. കണ്ടോ, മുഴുവൻ ചീരയും ഞാൻ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സ്ട്രെയിൻ ചെയ്ത് പോട്ടെ, ഐസ് വാട്ടറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. വെള്ളമെല്ലാം കളഞ്ഞു, ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാം. കണ്ടോ, നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബാക്കി കുക്കിങ് ചെയ്യാം. ഇനി ഞാൻ ആ പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചേ. എന്നിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മൾ പനീർ ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു 50 ഗ്രാം ബട്ടർ ഞാൻ അതിലേക്ക് ചേർക്കുകയാണേ. ഒരു 50 ഗ്രാമോളം ബട്ടർ അതിലേക്ക് ചേർക്കുന്നു. ഇനി ആ ബട്ടറിൽ തന്നെയാണ് നമ്മൾ പനീർ ഫ്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി, നമുക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാവേ. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്ത് പോയാൽ മതി കേട്ടോ. ഇത് ഫ്രൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എന്താ പറയുക, ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും, അത്രയേ ഉള്ളേ.
ഓരോ സൈഡ് വേ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. കണ്ടോ പനീർ ഏകദേശം എന്താ പറയുക ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയി എല്ലാ സൈഡും ഞാൻ കുക്ക് ചെയ്ത് കേട്ടോ. ഇനി നമുക്കത് മാറ്റാമേ. വേണ്ടേ നമ്മുടെ പനീർ കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ സെയിം പാനിലെ നമ്മൾ ആ പനീർ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്ത ആ ഓയിലും ബട്ടറും കൂടെ അതിലേക്കാണ് ഇനി നമ്മൾ ബാക്കി കുക്കിംഗ് ചെയ്യുന്നത് കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഒന്ന് ചെയ്യുന്നറിയോ, നമ്മൾ ജീരകം ചേർക്കും കേട്ടോ. എടുത്ത് വെച്ചിരിക്കുന്ന ജീരകം 1 ടീസ്പൂൺ ജീരകമുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കണം. അതൊന്ന് ചേർത്ത് ജീരകം അറിയാമല്ലോ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമ്മൾ നമ്മുടെ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ജീരകം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ചേർക്കാവേ. ഒരു സൈഡിൽ വെളുത്തുള്ളി കിടക്കട്ടെ, ഇവിടെ ഇഞ്ചിയും കൂടെ കിടക്കട്ടെ. ഓക്കെ, അത് നന്നായിട്ടൊന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഈ സ്റ്റെപ്പ് മിസ് ചെയ്യരുത്. വെളുത്തുള്ളി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെളുത്തുള്ളിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് കേട്ടോ ഈ കറിക്ക്. പാലക് പനീറിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് നല്ല വെളുത്തുള്ളി നല്ല ഗോൾഡൻ കളറായിട്ട് വരുമ്പോഴത്തേക്കും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഞാൻ ഈ സബോള ആഡ് ചെയ്യുകയാണ്. സെയിം പ്രോസസ്സ്, ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ വഴറ്റിയെടുക്കുക കേട്ടോ. ഇതൊന്നും ഇനി അധികം സമയം വേണ്ട. ആ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം മാത്രമേ നമ്മളതിൽ എടുക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ പനീർ ഫ്രൈ ചെയ്തില്ലെങ്കിലും യാതൊരു പ്രോബ്ലവും ഇല്ല കേട്ടോ. ഇനി നമുക്ക് സബോള ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കാമേ. കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടും കേട്ടോ. ഞാനേ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സബോള നല്ല ഗോൾഡൻ കളറാകുന്നവരെ വഴറ്റാമേ. ഇതേ നോക്കിക്കേ, നമ്മൾ സബോള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തക്കാളി ആഡ് ചെയ്യാമേ. തക്കാളിയും പച്ചമുളകും കൂടെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് കേട്ടോ. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് സബോള ആയിട്ടുണ്ട്. ഇനി തക്കാളിയും പച്ചമുളകും കൂടെ പോട്ടെ. എന്നിട്ട് തക്കാളി നല്ലപോലെ അലിഞ്ഞ് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കി കൊടുത്തോണ്ടല്ല, നല്ല മനസ്സിലായില്ലേ, നല്ല എന്താ പറയുന്നത്, തക്കാളിയും സബോളയും പച്ചമുളകും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു പേസ്റ്റ് പോലെ ആയിട്ട് വരണം കേട്ടോ. ഇതേ കണ്ടോ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പൊടി ഐറ്റംസ് എല്ലാം കൂടെ ആഡ് ചെയ്യുകയാണ് കേട്ടോ. കേസൂരി മേത്തി മാത്രം ലാസ്റ്റാണ് ചേർക്കുന്നത്. കുറച്ച് മല്ലിപ്പൊടി, ഞാൻ പറഞ്ഞില്ലേ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് ജീരകത്തിൻ്റെ പൊടി കേട്ടോ. അത്രയാണ് ഇപ്പോൾ ചേർക്കാൻ പോകുന്നത്. നമുക്ക് നേരെ ആഡ് ചെയ്യാം. ഒരു മിനിറ്റ് അതിൻ്റെ ഫ്ലേവറൊക്കെ വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഏകദേശം ആകാറായി നമ്മുടെ കറി. വളരെ ഈസിയാണ് ഇതുണ്ടാക്കാനായിട്ടേ. ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ വാർഡിലെ പാർട്ടിയോ മീറ്റിങ്ങോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനും, മീറ്റിംഗ് അല്ല വാർഡിൽ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഒരു കുട്ടിയും കല്യാണം കഴിക്കാൻ പോകണം. അപ്പോൾ അവൾക്ക് കൊടുക്കുന്ന ജസ്റ്റ് ഒരു എന്താ പറയുന്നത് ഒരു ചെറിയൊരു പാർട്ടി. അപ്പം ആ കുട്ടി വെജിറ്റേറിയനാണ്. സോ അതുകൊണ്ടാണ് പാലക് പനീറൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കും ഒരു സന്തോഷമല്ലേ. ആ പൊടികളൊക്കെ ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നല്ല ഫ്ലേവർ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതേ നിങ്ങൾക്ക് കാണാവുന്നത് ഈ എണ്ണ തെളിഞ്ഞ് വരുന്നതാണ്. അതാണ് ഓൾവേസ് നമ്മൾ പൊടികൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും എപ്പോഴാണ് ആ പൊടികളിൽ നിന്നൊക്കെ ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് വന്ന് എന്ന് മനസ്സിലാക്കുന്നത്. ഇതുപോലെ കണ്ടോ ചുറ്റും എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് കുക്കിംഗ് രീതി. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പനീർ ആഡ് ചെയ്ത് പനീർ അല്ലല്ലോ, അരച്ച് വെച്ചിരിക്കുന്നത് പാലക്ക് നമ്മുടെ സ്പിനാച്ച് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകണം കേട്ടോ. സ്പിനാച്ച് ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് ഇതിൽ വരണം. ഓൾറെഡി അറിയാമല്ലോ ഇത് കുക്ക്ഡാണ്. സോ അധികം നമുക്ക് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനേ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഉപ്പ് നിങ്ങൾ എപ്പോഴും നോക്കിക്കോണം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ഏകദേശം ഒരു 2 മിനിറ്റായി ഇത് കുക്കായിട്ട് വരുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യുന്നതെന്നറിയോ, ഇനി ഇതിലേക്ക് ഞാൻ പനീർ ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. പനീർ എടുത്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യുന്നു. നമ്മുടെ കുക്കിംഗ് ഏകദേശം ആകാറായി കേട്ടോ. ഈ പനീർ ആഡ് ചെയ്തിട്ടേ നമ്മൾ ഇളക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം, പൊടിഞ്ഞു പോകരുതേ. അതുകൊണ്ടാണ് പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ വറുത്തെടുത്തത്. സോ ജസ്റ്റ് നമ്മൾ ഈ ഫോൾഡ് ചെയ്യുന്ന പോലെ ചെയ്യാവുള്ളൂ. ഇത് കണ്ടോ, ജസ്റ്റ് ഫോൾഡ് ചെയ്യാവുള്ളൂ. അല്ലാതെ എന്താ പറയുക നമ്മൾ സാധാരണ കറിക്കൊക്കെ ഇട്ട് ഇളക്കുന്ന പോലെ നമ്മൾ ഇളക്കരുത്. ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക ഒന്ന് അടിച്ചു ചേർത്ത് കോരിയെടുത്ത് ഒന്ന് ഇങ്ങനെ ചെയ്യിപ്പിക്കുക. അപ്പോഴത്തേക്ക് അത് പൊടിയാതെ കിടന്നോളൂ. അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് സ്പിനാച്ചിൽ കിടന്നൊന്ന് ആ ചീരയിലൊന്ന് കിടന്ന് കുക്കാകട്ടെ കേട്ടോ. ജസ്റ്റ് 1 മിനിറ്റ് മതി. എല്ലാം കൂടെ നല്ല ഒരു ടേസ്റ്റാണ് ഇപ്പോൾ വരുന്നത്. നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. ഇനി ഞാൻ നമ്മുടെ കുക്കിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം നമുക്കൊരു ഹാഫ് കുക്കിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 150 ml കുക്കിംഗ് ക്രീം ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന്
നേരത്തെ പോലെ തന്നെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാമേ. ഞാൻ പറഞ്ഞാൽ ഉപ്പ് നോക്കിക്കോണം. ഉപ്പ് നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ചേർത്തോണം. കണ്ടോ ദേ നല്ല ആ കളറൊക്കെ പോകാതെ കണ്ടോ എങ്ങനെയാ ചീര നമ്മൾ കുക്ക് ചെയ്തതെന്ന് കണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് ആ കളർ ആ ഗ്രീൻ കളർ പോകാതെ നമുക്ക് കിട്ടിയത്. ഇനിയേ ഞാനുണ്ടല്ലോ ഒരിച്ചിരി നാരങ്ങാനീര് ആഡ് ചെയ്യാൻ പോവാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആഡ് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഒരിച്ചിരി എന്താ പറയുന്നത് ഒരു ചെറിയ പുളി ഫുഡിന് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതും ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പം പനീർ എന്തിനാ ഫ്രൈ ചെയ്തതെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇത് കണ്ടോ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഏകദേശം നമ്മുടെ കുക്കിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഏകദേശം ഒരു 3/4 കിലോ പനീർ വെച്ചിട്ട് നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം അത് നമുക്ക് മതി, കാരണം പനീറൊക്കെ എല്ലാവരും കുറച്ചല്ലേ കഴിക്കുള്ളൂ. ഒരു 2-3 പീസ് അതിൽ കൂടുതൽ പനീർ നമുക്ക് സാധാരണ ആൾക്കാർക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം അത് വളരെ ഹെവിയാണ്, ക്രീമൊക്കെ ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് വളരെ ഹെവിയാണ്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ലാസ്റ്റ് തിങ് കേസൂരി മേത്തയും കൂടെ ആഡ് ചെയ്ത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുവാണ് കേട്ടോ. നമ്മുടെ കേസൂരി മേത്തി. സോ നമ്മുടെ പാലക് പനീർ നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പ്ലേറ്റിൽ സെറ്റ് ചെയ്യാമേ. എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, വൺസ് കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പോയാലും ഒരു 15 to 30 മിനിറ്റ്സ് നമ്മൾ ഫുഡ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്ങനെയാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് ആ ഫ്ലേവർ എല്ലാം എന്താ പറയുന്നത് ഇതിലേക്ക് പിടിച്ച് പനീറിലേക്കൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ. ഓക്കെ, നമ്മുടെ പാലക് പനീറും ഞാൻ ആ പാലക് പനീർ ഉണ്ടാക്കി അറ്റ് ദ സെയിം ടൈം ഞാൻ ഒരു സൈഡിൽ കൂടെ ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ചപ്പാത്തി ഞാൻ മാറി കൊണ്ടുപോകാനല്ല, അത് ഇപ്പം ഞങ്ങൾക്ക് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം കണ്ടോ വാർഡിലേക്ക് വേറൊരു ആൾ എന്താ പറയുക കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ റൈസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കറിയുണ്ട്, പിന്നെ ഞാൻ ഇച്ചിരി ദാൽ ഫ്രൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നാളെ വാർഡിലേക്കുള്ള അതാകല്ലോ. കണ്ടോ നല്ല എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ. അന്നക്കുട്ടിയൊക്കെ ഓൾറെഡി കഴിച്ചിട്ട് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നു. ഞാൻ സാധാരണ സെറ്റ് ചെയ്യുന്ന പോലെ സെറ്റ് ചെയ്തില്ല കേട്ടോ. ഞാൻ ഈ പ്ലേറ്റിലേക്ക് ജസ്റ്റ് എന്താ പറയുക കണ്ടെയ്നറിലേക്ക് നാളെ കൊണ്ടുപോകാനുള്ള രീതിയിൽ മാറ്റിയിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് എന്താ പറയുക ഞാനത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കും, കാരണം നാളെ ഉച്ചക്കത്തേക്കാണ് ഇത് കഴിക്കുന്നത്. ഇപ്പം തുറന്ന് വെച്ചിരിക്കുകയാണ്, ഒന്ന് തണുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പം എന്താ പറയുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പം നല്ല അടിപൊളി പാലക് പനീർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ. നമ്മൾ സന്തോഷത്തോടെ ഫുഡ് ഉണ്ടാക്കുക, എല്ലാവരും സന്തോഷത്തോടെ കഴിക്കുന്ന കാണുക, ഇതൊക്കെയല്ലേ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങൾ. അപ്പം ഞാനത് വാർഡിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ വാർഡിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതെൻ്റെ ക്രിസ്മസിൻ്റെ ഒക്കെ ടൈമിൽ ഇടുന്ന ഒരു സ്ക്രബാണ്. ഈ ക്രിസ്മസിൻ്റെ ഒക്കെ ടൈം ആകുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനത്തെ എന്താ പറയുന്നത് വെറൈറ്റീസ് ഓഫ് കളേഴ്സ് ആയിട്ടുള്ള സ്ക്രബൊക്കെ ഇട്ടുകൊണ്ട് വരും കേട്ടോ. നമുക്ക് അതൊക്കെ ഇവിടെ എന്താ പറയുന്നത് സെലിബ്രേഷൻ മോഡാണ്. പിന്നെ അപ്പം ഞാനും 1-2 സ്ക്രബ് അങ്ങനത്തെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം വാർഡിലേക്ക് നമുക്ക് ഇങ്ങനെ അങ്ങ് പോകാം. പിന്നെ വാർഡിൽ ചെന്നിട്ട് എന്താ പറയുക ഞാൻ ആ ഫുഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് മാത്രം ഒന്ന് കാണിക്കാമേ. കാരണം ഈ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പം ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വളരെ സപ്പോർട്ടീവാണ് കേട്ടോ എൻ്റെ ചാനലിന്. പിന്നെ ഈ വീഡിയോ ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രശ്നമല്ലേ, അതുകൊണ്ട് ആരുടെയും മുഖമൊന്നും ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ ഫുഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ.